Praise the Lord. Praise the Lord. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. ഓർക്കുന്നു പണ്ടത്തെ നാളുകൾ ഞാൻ, ധ്യാനിക്കുന്നു നിന്റെ വഴികളെല്ലാം. ഓർക്കുന്നു പണ്ടത്തെ നാളുകൾ ഞാൻ, ധ്യാനിക്കുന്നു നിന്റെ വഴികളെല്ലാം. ചിന്തിക്കിലത്രയോ അത്ഭുതമേ, കരുതലും നിന്റെ കാവലും. ചിന്തിക്കിലത്രയോ അത്ഭുതമേ, കരുതലും നിന്റെ കാവലും. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. പാപങ്ങൾ മോചിക്കും മാനസനെ, ദയാർദ്രനാം സൗഖ്യദായകനെ. മനസ്സലിവിന്നാഥാന്ത്യം വരെ വിശ്വസ്തനായി എന്നെ കാത്തിടണേ. മനസ്സലിവിന്നാഥാന്ത്യം വരെ വിശ്വസ്തനായി എന്നെ കാത്തിടണേ. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. നിർമ്മലമായിടും നിൻ ദൃഷ്ടിയിൽ നേരോടെ ഞാനെല്ലാ നാളുകളും. നിർമ്മലമായിടും നിൻ ദൃഷ്ടിയിൽ നേരോടെ ഞാനെല്ലാ നാളുകളും. സന്തതം യേശുവേ നിന്നോടൊത്തു ഗമിക്കുമേ സത്യത്തിൻ പാതയതിൽ. സന്തതം യേശുവേ നിന്നോടൊത്തു ഗമിക്കുമേ സത്യത്തിൻ പാതയതിൽ. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. എൻ പ്രിയ നിന്നോടെ മാർവത് ഞാൻ, ചാരി മരുഭൂവിൽ വരുന്നതിനാൽ. എൻ പ്രിയ നിന്നോടെ മാർവത് ഞാൻ, ചാരി മരുഭൂവിൽ വരുന്നതിനാൽ. താങ്ങി നീ എന്നെ നടത്തിയിടുന്നു, തളരാതെ ഞാൻ നിന്നെ പിൻഗമിപ്പാൻ. താങ്ങി നീ എന്നെ
നിന്നെ പിൻഗമിപ്പാൻ ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. ജീവന്റെ സമൃദ്ധിയിൽ ജീവിപ്പതാൻ ഈ ഭൂവിൽ നാൾ തോറും ആനന്ദമേ. ജീവന്റെ സമൃദ്ധിയിൽ ജീവിപ്പതാൻ ഈ ഭൂവിൽ നാൾ തോറും ആനന്ദമേ. നിത്യതയിൻ ഓർത്തിടുമ്പോൾ പ്രത്യാശയാലുള്ളം തിങ്ങിടുന്നേ. നിത്യതയിൻ വാസമോർത്തിടുമ്പോൾ പ്രത്യാശയാലുള്ളം തിങ്ങിടുന്നേ. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. ആണ്ടുകൾ കഴിയും മുൻപേ നിൻ തിരുവഴിയിലെന്നെ ജീവിപ്പിക്കണമേ നാഥാ, കുറവുകൾ തീർക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാൻ പുതിയ മകളെ ദൈവം സഹായിച്ചല്ലോ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവിന് വേണ്ടി പാടുവാനും പ്രവർത്തിപ്പാനും കൊടുത്തിരിക്കുന്നല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. സോനിയുടെ പപ്പായെയും മമ്മിയെയും ധോണിയും ഒക്കെ നമുക്ക് വന്ന് പ്രാർത്ഥിക്കാം. ആ ലോകലമായ പ്രേരണ എനിക്കൊരു വിഷയമാക്കി നിർത്തിയിരിക്കുന്നതിൽ വിശേഷാൽ ജോലിക്ക് വേണ്ടി പ്രത്യേകം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൽ പൂർണ്ണ സൗഖ്യം സ്വർഗത്തിലെ ഈ രാത്രി തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ അതിശയം അത്ഭുതകരങ്ങൾ അവിടുന്ന് സൗഖ്യം കൊടുത്ത് ദീർഘായുഷ തലമുറകളായി കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ പാട്ടിന്റെ ഓരോ വരികളും എത്ര അർത്ഥവത്തായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവ് ആ പാട്ട് സ്വസ്ഥ വെച്ച് കേട്ടു പാട്ടോടെ അവിടുത്തെ നാമത്തെ സ്തുതിപ്പാൻ ഇടയായി തീർന്നുവല്ലോ. ആ പാട്ട് പാടിയപ്പോൾ മഹത്വം കർത്താവ് എടുക്കുകയും എല്ലാവരെയും കർത്താവ് ഐശ്വര്യമായി അതിൽക്കൂടെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പിന്നെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനും ഒക്കെ പ്രിയ മക്കളെ ഹല്ലേലൂയ ഭവനമായി നമുക്ക് കരങ്ങൾ ഏൽപ്പിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിൽ പൊറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രോഗം നടുവിൽ അകറ്റിക്കളയാം ദൈവത്തിന്റെ വാഗ്ദത്തം. ഞാൻ മുസ്ലിംകൾക്ക് വരുത്തിയ ഒരു ബാധ നിങ്ങൾക്ക് വരുത്തുകയില്ല. രോഗം ചുമന്ന് നടക്കേണ്ട ഒരു ആവശ്യമില്ല. ദൈവസന്നിധിയിൽ നാം വിശ്വാസത്തോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അന്ധകാര ദുഷ്ടശക്തി രോഗാത്മാവൊക്കെ നമ്മെ വിട്ടുപോകും. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ രാത്രികാലം ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. തുടർമാനം ദൈവനെ സൂക്ഷിപ്പാൻ പോകുന്ന ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവശബ്ദമാകുന്ന കേൾപ്പാൻ പോകുന്ന വചനത്തിൽ വിറയ്ക്കുന്നവരായി ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ അരുളിച്ചേണമേ അടിയൻ കേൾക്കുന്ന പ്രാർത്ഥനയായിരിക്കാൻ ഒക്കെ നമുക്കിടയായി തീരട്ടെ. വചനത്തിന്റെ വാഗ്ദത്തം കിട്ടുവാൻ ഗുണം ദൈവത്തിന്റെ പരിശുദ്ധാൽ ഉത്സാഹിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദത്തെ ആത്മാവ് ചുരുക്കമായി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധനും നീതിമാനുമാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, അപ്പൊ നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സന്നിധാനം അടുത്ത് വരുവാൻ എന്റെ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് രാത്രി കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ പ്രയർലൈനിൽ കൂടെ കർത്താവെ ആരാധനയിലൂടെ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ദൈവമുഖത്തേക്ക് നോക്കാൻ തക്കവണ്ണം
അതാ നീ ഒരുക്കി തന്ന വിലയേറിയ സമയത്തിനായി ഭാഗ്യത്തിനായി അങ്ങേ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്ന കർത്താവ്. കർത്തതയുടെ നടുവിൽ കൂടെ നടന്നാൽ നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമാക്കാൻ നിന്നോട് സ്തോത്രം. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ലക്ഷ്യമാക്കിക്കൊണ്ട് എന്റെ കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ, ദൈവസ്ഥങ്ങളിൽ ഉറപ്പും ധൈര്യവുമുള്ളവരായ പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ മുന്നേറുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ധൈര്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന അവിടുത്തെ വചനത്തിനായി സ്തോത്രം കർത്താവേ. ദൈവജനം കർത്താവെ സംസാരിപ്പാൻ ദാസനെ നീ അവിടുന്ന് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങളെ അവിടുന്ന് കർത്താവെ അതിനായി ഒരുക്കിക്കാട്ടപ്പച്ച ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ഈ സെക്ഷൻ കർത്താവെ ലീഡ് ചെയ്യുന്ന ദേവദാസനെ പച്ച നീ കുടുംബമായി അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. എല്ലാവിധ നമ്മൾ ആരും നിറച്ച് പരിപാലിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല ആവശ്യങ്ങളും കർത്താവിന്റെ കരം കൂടിയിരിക്കുമാറാകണമേ. പാട്ടുപാടിയതായ പ്രിയ ദേവദാസി അനുഗ്രഹിക്കണമേ, കുടുംബമായി സഹായിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കർത്താവെ ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പിന് അപ്പച്ച നേതൃത്വം നൽകിയ വിജയന്റെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകണമേ കർത്താവെ. ഓരോരുത്തരെയും കർത്താവ് മാനിക്കണം, സഹായിക്കണം. ശ്രേഷ്ഠകരമായ ഭാവി തമ്പുരാൻ തക്ക സമയത്ത് അവർക്ക് വേണ്ടി കരുതുന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. അപ്പച്ച അവരുടെ യാത്രയിലെ ജോലിയിലെല്ലാം കർത്താവിന്റെ കൃപയോട് കൂടെ അനുഗ്രഹിച്ചു പരിപാലിക്കണമേ. പ്രിയ ആന്റിക്കായി സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിക്കാട്ടെ, ശക്തീകരിക്കാട്ടെ കർത്താവെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഇന്ന് രാത്രി കാലം ഈ പ്രയങ്ങളിൽ കടന്നു വന്ന കർത്താവെ മൗനമായ ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും ഹൃദയങ്ങളെയും നിലവുകളെയും അറിയുന്ന സ്വർഗത്തിലെ അപ്പച്ച വീണ്ടും നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ പകർന്നു മാനിക്കണമേ. ശാരീരികവും മാനസികമായി എല്ലാവരും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ ആത്മീയമായി പുഷ്ടി പ്രാപിപ്പാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നിനാലും ഞങ്ങൾ ഹൃദയം കർത്താവ് നിരാശപ്പെട്ടു പോകാതെ, തളർന്നു പോകാതെ, ദൈവത്തിന് പ്രത്യാശയുള്ളവരായി ധൈര്യത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം പിന്നെയും ഞങ്ങളെ സഹായിക്കണം. ഇവിടുത്തെ വരവിനായിട്ട് ഞങ്ങൾ ഒരുക്കിക്കാട്ടെ, കൃപയെ നിലനിർത്തുമാറാകണേ അപ്പച്ച. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ ആണ്ടിന്റെ ആരംഭം മുതൽ ഇത്രത്തോളം നിന്റെ കൃപയിൽ ഞങ്ങളെ ഓരോരുത്തരെ അപ്പച്ച സൂക്ഷിച്ചല്ലോ. വരാവുന്ന എല്ലാ കർത്താവെ അനർത്ഥങ്ങളിൽ നിന്നും ദോഷം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ. ജീവനും ഭക്തിയും വേണ്ടുന്ന എല്ലാ നന്മകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കരുതി പരിപാലിച്ചല്ലോ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും യാത്രയിൽ കർത്താവ് ജോലിയിൽ ഞങ്ങൾ ഓരോരുത്തരുമായിരുന്ന സ്ഥാനങ്ങളുടെ ദൈവകൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. സകലത്തിന് നന്ദി അപ്പ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി. നീ നന്മയല്ലാതെ നീ ദോഷമായി നീ ഒന്നും ചെയ്യുന്ന ദൈവമല്ല. ഹല്ലേലൂയ. സ്തോത്രം. സകലത്തിന് നന്ദി കർത്താവേ. രാത്രി കാലം നിന്റെ നാമം മഹത്വപ്പെടട്ടപ്പാ. നിന്റെ നാമം ഒരിക്കൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഉയർത്തുന്നപ്പച്ചാ. സ്തോത്രം. പൊന്നു കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. നിന്റെ കൃപയെ ഞങ്ങളെ നിലനിർത്തണമേ. വരവിനാട്ട് ഞങ്ങൾ ഒരുക്കിക്കാട്ടപ്പച്ചാ. കൃപയെ നിലനിർത്തുമാറാകണേ. പ്രത്യേകിച്ച് അപ്പച്ചാ രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവം എല്ലാവരെയും വിടുവിക്കണമേ, സഹായിക്കണമേ, സൗഖ്യമാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചാ. സഭയായി ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകണേ. പിഞ്ചു കുഞ്ഞുങ്ങൾക്കായി, മാതാപിതാക്കന്മാർക്കായി, സഹോദരന്മാർക്കായി, യൗവനക്കാർക്കായി ഒക്കെ സ്തോത്രം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ചർച്ച നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുവരവുകളെയും കൂട്ടായ്മകളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സഭയായി എല്ലാവരെയും അനുഗ്രഹിച്ച് പരിപാലിക്കണമേ. ഞങ്ങൾ പാർക്കുന്ന ഈ പട്ടണത്തിനായി സ്തോത്രം കർത്താവ്. ദൈവമേ, എല്ലാ സിറ്റികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാജ്യത്തിനായി സ്തോത്രം കർത്താവ്. എല്ലാ വിഷയങ്ങൾക്കായി വ്യക്തങ്ങൾക്കായി സ്തോത്രം കർത്താവിന്റെ കൃപയിൽ എല്ലാവരെയും സൂക്ഷിച്ചാട്ടെ. വരാവുന്ന സകല ദോഷങ്ങളും കാക്കണം. നമ്മളാൽ നിറച്ചാട്ട കർത്താവ്. വചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ച് ആശീർവദിക്കണം. മഹത്വമാനം എല്ലാം പിതാവ് തന്നെ എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായി അയച്ചത് പിതാവേ ഇതേ തോന്നി കേട്ടുത്തമണം നല്ല കർത്താവ്. ആമേൻ. സ്തോത്രം. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാ മക്കളുടെ മേലും പകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ദൈവത്തിന് മുഖവശമില്ല, വചനത്തിന് ബന്ധനമില്ല. ഹല്ലേലൂയ. ഐശ്വര്യമായ അനുഗ്രഹങ്ങൾ എല്ലാ മക്കളുടെ മേലും ദൈവം പകർന്നുകൊണ്ടിരിക്കുക. ദൈവ സാന്നിധ്യത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വളരെ ഭയഭക്തിയോടും പ്രാർത്ഥനയോടും വചനത്തിൽ വിറയ്ക്കുന്നവരായ ദിവസത്തിലായിരിക്കാം. ഒക്കലമായ സ്ഥിതിയിൽ നിന്നും കർത്താവിന് വിലപ്പെട്ട ദാസൻ ഡോക്ടർ ജോൺ വർഗീസ് ഇപ്പോൾ ദൈവനെ ശുശ്രൂഷിക്കും. വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന് വിലപ്പെട്ട ദാസിനെ ആദരവോടും സ്നേഹത്തോടും കൂടെ ഒക്കലമായ പ്രദേശത്തിലേക്ക് ക്ഷണിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാം. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഈ സന്ധ്യയെങ്കിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായി യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് സന്ധ്യയെങ്കിലെ നമ്മുടെ പഠനത്തിനായി ചില വേദഭാഗങ്ങൾ വായിക്കണം. മീഖാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയും 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയും
യിരെമ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുമുള്ള വാക്യങ്ങൾ വായിച്ച് സഹായിക്കും. മീഖാ പ്രവചനം 1 മുതൽ. യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്ത് മോരേസ്യനായ മീഖയ്ക്കുണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. സകല ജാതികളുമായുള്ളവരെ കേൾക്കുവീൻ, ഭൂമിയും അതിലുള്ള സകലവുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് കർത്താവ് തന്നെ നിങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കട്ടെ. യഹോവ തന്റെ സ്ഥലത്ത് നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുന്നു. തീയുടെ മുൻപിൽ മെഴുകുപോലെയും കിഴുക്കാം തൂക്കത്തിൽ ചാടുന്ന വെള്ളം പോലെയും പർവ്വതങ്ങൾ അവന്റെ കീഴിൽ ഉരുകുകയും താഴ്വരകൾ പിളർന്നു പോകുകയും ചെയ്യുന്നു. ഇതൊക്കെയും യാക്കോബിന്റെ അതിക്രമം നിമിത്തവും ഇസ്രായേൽ ഗൃഹത്തിന്റെ പാപങ്ങൾ നിമിത്തവുമാകുന്നു. യാക്കോബിന്റെ അകൃത്യം എന്ത്? ശമരി അല്ലയോ? യഹൂദയുടെ പൂജാഗിരികൾ ഏവ? യെരുശലേം അല്ലയോ? ആമേൻ. 9 വരെ. സോറി. അതുകൊണ്ട് ഞാൻ ശമരിയെ വയലിലെ കൽക്കുന്ന് പോലെയും മുന്തിരിത്തോട്ടത്തിലെ നടുകല് പോലെയും ആക്കും. ഞാൻ അതിന്റെ കല്ല് താഴ്വരകളിലേക്ക് തള്ളിയിടുകയും അതിന്റെ അടിസ്ഥാനങ്ങളെ അനാവൃതമാക്കുകയും ചെയ്യും. അതിലെ സകല വിഗ്രഹങ്ങളും തകർന്നു പോകും. അതിന്റെ സകല വേശ്യാ സമ്മാനങ്ങളും തീ പിടിച്ച് വെന്തുപോകും. അതിലെ സകല ബിംബങ്ങളെയും ഞാൻ ശൂന്യമാക്കും. വേശ്യാ സമ്മാനം കൊണ്ടല്ലോ അവളത് സ്വരൂപിച്ചത്. അവ വീണ്ടും വേശ്യാ സമ്മാനമായി തീരും. അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും. ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും. ഞാൻ കുറുനരികളെ പോലെ വിലപിച്ച് ഒട്ടകപ്പക്ഷിയെ പോലെ കരയും. അവളുടെ മുറിവ് പൊറുക്കാത്തതല്ലോ, അത് യഹൂദയോളം പരന്നു, എന്റെ ജനത്തിന്റെ ഗോപുരമായ യെരുശലേമോളം എത്തിയിരിക്കുന്നു. 3:9 മുതൽ 12. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും വളച്ചു കളയുകയും ചെയ്യുന്ന യാക്കോബ് ഗൃഹത്തിന്റെ തലവന്മാരും ഇസ്രയേൽ ഗൃഹത്തിന്റെ അധിപന്മാരുമായുള്ളവരെ ഇത് കേൾക്കുവീൻ. അവർ സിയോനെ രക്തപാതകം കൊണ്ടും യെരുശലേമിനെ ദ്രോഹം കൊണ്ടും പണിയുന്നു. അതിലെ തലവന്മാർ സമ്മാനം വാങ്ങി ന്യായം വിധിക്കുന്നു. അതിലെ പുരോഹിതന്മാർ കൂലി വാങ്ങി ഉപദേശിക്കുന്നു. അതിലെ പ്രവാചകന്മാർ പണം വാങ്ങി ലക്ഷണം പറയുന്നു. എന്നിട്ടും അവർ യഹോവയെ ചാരി, യഹോവ നമ്മുടെ ഇടയിലില്ലയോ, അനർത്ഥം നമുക്ക് വരികയില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോനെ വയൽ പോലെ ഉഴും, യെരുശലേം കൽക്കുന്നുകളും ആലയത്തിന്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും. യിരെമ്യാ പ്രവചനം 26:17 മുതൽ 19. അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റ് ജനത്തിന്റെ സർവ്വസംഘത്തോടും പറഞ്ഞത്, യഹൂദ രാജാവായ ഹിസ്കിയാവിന്റെ കാലത്ത് മോരിഷ്ടനായ മീഖയാവോ സകല യഹൂദ ജനത്തോടും പ്രവചിച്ച് സിയോനെ വയൽ പോലെ ഉഴുതുകളയും, യെരുശലേം കൽക്കുന്നാകുകയും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളാകും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്നും പറഞ്ഞു. യഹൂദ രാജാവായ ഹിസ്കിയാവും സർവ്വ യഹൂദയും അവനെ കൊന്നുകളഞ്ഞുവോ? അവൻ യഹോവയെ ഭയപ്പെട്ട് യഹോവയോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുതപിക്കുകയും ചെയ്തില്ലയോ? നാമോ നമ്മുടെ പ്രാണന് വലിയൊരു അനർത്ഥം വരുത്തുവാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ദയയുണ്ടാകണമേ. അവിടുത്തെ വചനം അവിടുത്തെ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാൻ മേലേൽപ്പിക്കണമേ. അവിടുത്തെ അഭിഷേക ദൂത് നൽകുവാൻ തക്കവണ്ണം പ്രത്യേക ആത്മനിയോഗം നൽകുമാറാകണമേ. വചനം ഐശ്വര്യമായി നൽകി തിരുനാമം മഹത്വപ്പെടുത്തണമേ. ദുഷ്ടശക്തികളെ ഭത്സിക്കണമേ. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം വായിച്ച വേദഭാഗങ്ങളിൽ കഴിഞ്ഞ കാലത്തെയും ഇക്കാലത്തെയും വരും കാലത്തെയുമുള്ള
പ്രവചനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. ആ പ്രവചന ഭാഗങ്ങളിലേക്ക് പോയി അതിലെ പ്രവചനീയ അർത്ഥങ്ങൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ ഞാൻ തുനിയുന്നില്ല. പ്രത്യുത ഇതിന്റെ മുഖമുരിയായി ചില കാര്യങ്ങൾ മാത്രം ചിന്തിപ്പാനായിട്ടാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അത് നമുക്ക് ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകട്ടെ. ആരാണ് മീഖ പ്രവാചകൻ? എപ്പോഴാണ് താൻ ശുശ്രൂഷിച്ചത്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. മീഖായ എന്ന പേരിന്റെ ഹ്രസ്വനാമമാണ് മീഖ എന്നുള്ളത്. യഹോവേ, നിനക്ക് തുല്യനാരാകുന്നു ഉള്ളത് എന്നാണ് മീഖായാവ് എന്ന പേരിന്റെ അർത്ഥം. മീഖായാവ് ആരാകുന്നു എന്നറിയേണ്ടതിനു വേണ്ടിയാണ് യിരെമ്യാ പ്രവചനം 26:17 മുതൽ 19 വരെ വായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹിസ്കിയാ രാജാവിന്റെ കാലത്ത് കർത്താവിന്റെ വേലയിൽ പ്രാവചനിക ശുശ്രൂഷയിൽ മുന്നേറിയ ഒരു ഭക്തനായിരുന്നു മീഖാവ് എന്ന് നമുക്ക് ആ യിരെമ്യാ പ്രവചനത്തിൽ നിന്നും ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യഹോവയായ ദൈവം മീഖായാവിനെ അഥവാ മീഖ പ്രവാചകനെ ഉപയോഗിച്ചതിന്റെ ചരിത്രം വെളിപ്പെടുത്തിക്കൊണ്ട് അക്കാലത്തെ ശുശ്രൂഷിച്ചവനായ യിരെമ്യാവിനെ കൊല്ലണമെന്ന് ജനം പറഞ്ഞപ്പോൾ യിരെമ്യാവിനെ രക്ഷ വരുവാൻ കാരണമായത് തനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച മീഖായാവ് യെരുശലേമിനെ ഉഴുതുമറിക്കുമെന്നുള്ള ദൂത് പറഞ്ഞതായ സന്ദർഭത്തിൽ അവനെ കൊന്നില്ല എന്നും പ്രത്യുത മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജനം കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായത്തിന്റെ 1 മുതൽ നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ അതിന്റെ 3 വരെയും 13-ാം വാക്യവും വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്നത് ന്യായവിധിയുടെ ദൂത് യഹോവയായ ദൈവം തന്റെ ഭക്തശിരോമണികളിൽ കൂടെ ജനത്തിനു നൽകുന്നത് അവർ അവരുടെ പാപ വഴികളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതായ സന്ദർഭത്തിൽ സ്വർഗത്തിലെ ദൈവം അവരുടെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുകയും ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞതായ സ്വർഗത്തിലെ ദൈവം തന്റെ ന്യായവിധിയെ കുറിച്ച് അനുദപിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ഉദ്ദേശത്തിലാണ് യഹൂദ ജനത്തിന്റെ പാപങ്ങളെ വെളിപ്പെടുത്തത്തക്കവണ്ണം യിരെമ്യാ പ്രവാചകനെ പ്രത്യേകമായി നിയോഗിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. യിരെമ്യാ പ്രവചനം 26-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിലെ യിരെമ്യാ പ്രവചനം ഉടനീളം ദൈവഭക്തൻ ജനത്തിന്റെ പാപങ്ങളെ വിളിച്ചു പറഞ്ഞ് ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവം ഉപയോഗിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ആദ്യം ദൈവദാസന്മാരിൽ കൂടെയും ദൈവമക്കളിൽ കൂടെയും ദൈവം നമുക്ക് നൽകുന്നതായ ദൂത് നമുക്ക് ഒരു സ്വയശോധന നൽകി നാം നമ്മുടെ അവസ്ഥ എന്തെന്ന് ഗ്രഹിച്ച് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുക എന്നുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. താഴ്മയുള്ളവരോട് കടാക്ഷിക്കുന്നവനായ ദൈവം ഹൃദയനുറുക്കത്തോടുകൂടെ നമ്മുടെ അവസ്ഥകൾ ഏറ്റുപറയുമ്പോൾ അനർത്ഥത്തെ കുറിച്ച് യഹോവയായ ദൈവം അനുദപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം ഒരിടത്തല്ല പലയിടങ്ങളിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹിസ്കിയാവിന്റെ കാലത്ത് യിരെമ്യാ പ്രവാചകൻ ഈ ദൂത് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് നല്ല രാജാവാകിയാൽ ജനത്തോടെ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിങ്കൽ ക്ഷമായാചനം ചെയ്ത് നിരപ്പ് പ്രാപിക്കുവാൻ പറയുകയും അത് മുഖാന്തരം ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞ ന്യായവിധിയിൽ നിന്ന് തൽക്കാലമെങ്കിലും അവർ ഒഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്തു. ഹിസ്കിയാവിന്റെ മരണശേഷം
വീണ്ടും ജനം പാപത്തിലേക്ക് വീണതായി സന്ദർഭത്തിൽ ദൈവം അവരെ ശിക്ഷിക്കുന്നതും കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ മാനസാന്തരം നിലനിൽക്കുന്നതായിരിക്കണം. നാം ദിവസേന ദൈവസന്നിധിയിൽ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യണമെന്ന് ഈ വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇതേ രീതിയിൽ തന്നെയാണ് ഏറ്റവും രക്തപാതകങ്ങളുടെ പട്ടണം എന്നാണ് നിനവയെ പറ്റി പറയുന്നത്. നിനവയെ പറ്റി യോനായുടെ പ്രവചനം പഠിക്കുമ്പോൾ രക്തപാതകം എന്നൊക്കെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ കൊന്നൊടുക്കി നിർദാക്ഷിണ്യം രക്തം ചൊരിഞ്ഞ് അവരുടെ ധനം കൊള്ള ചെയ്തുണ്ടാക്കിയ മഹാകൊള്ള കൊണ്ടാണ് നിനവെ വലിയ സാമ്രാജ്യമായിട്ടും വലിയ രാജ്യമായിട്ടും വളരുവാൻ തക്കവണ്ണം കാരണമായി തീർന്നത്. യോന ആ ദേശത്തിലേക്ക് ചെന്ന് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ രാജാവും പ്രജകളുമെല്ലാം അവർ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് 3 ദിവസം ഉപവസിക്കുകയും പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്തപ്പോൾ അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ച് ജാതീയ രാജ്യമാകുന്ന അശൂര്യരെ അതിന്റെ തലസ്ഥാനമാകുന്ന നിനവയ്ക്ക് വലിയ രക്ഷ നൽകുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ അവർ മാനസാന്തരത്തിൽ നിൽക്കാതെ വീണ്ടും പാപം ചെയ്തപ്പോൾ നിനവയെ ദൈവം നശിപ്പിക്കുന്നതും കാണുവാൻ സാധിക്കുന്നു. ഇതിൽ യഹൂദനോ യവനനോ എന്നില്ല. യഹൂദന്റെ പാപമായാലും യവനൻ അഥവാ ജാതികളുടെ പാപമായാലും ദൈവസന്നിധിയിൽ താണു വീണാൽ അതിനൊക്കെ ഒരു ഉദ്ധാരണമുണ്ട് എന്ന് ഇവിടെ മീഖാ പ്രവചനത്തിൽ കൂടെയും മറ്റ് തിരുവചനങ്ങളിൽ കൂടെയൊക്കെയും നമുക്ക് പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. നമുക്ക് മാനസാന്തരമുള്ള ഒരു ഹൃദയം, താഴ്മയുള്ള ഒരു ഹൃദയം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും താഴ്മയോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രവാസകാലം കഴിപ്പാൻ ഇടയാക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന്റെ ന്യായവിധി പല ഘട്ടങ്ങളായി വരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നിനവയോടുള്ള ബന്ധത്തിൽ തന്നെ അശൂര്യർ ഹല്ലേലൂയ യഹൂദയ്ക്കെതിരെ കടന്നു വന്നപ്പോൾ യിശയ്യാ പ്രവചനം 37-38 അധ്യായങ്ങളില് 36-37 അധ്യായങ്ങളില് അതുപോലെ ദിനവൃത്താന്ത പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പുസ്തകങ്ങളിലൊക്കെയും നമുക്ക് ഈ സത്യം കാണുന്നു. ഹല്ലേലൂയ, അവിടെ യഹോവ ഒരു ദൂതനെ അയച്ച് 1,85,000 ഹല്ലേലൂയ അശൂര്യ പടയാളികളെ ഒരു രാത്രി കൊല്ലുന്നത് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ അശൂര്യരുടെ ശക്തി ഹല്ലേലൂയ, സ്തോത്രം, യഹോവ തന്നെ ഇല്ലാതാക്കി. എന്നാൽ പൂർണ്ണമായി നിനവയുടെ നാശം അത് കഴിഞ്ഞ് 80-90 വർഷം കഴിഞ്ഞിട്ടാണ് ബാബേല്യരിൽ കൂടെ ഉണ്ടായത് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഉള്ള കാര്യമാണ് ഈജിപ്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈജിപ്തിന്റെ ശക്തിയെ യഹോവയായ ദൈവം വിവിധ ബാധകളിൽ കൂടെ, വിശേഷാൽ കടിഞ്ഞൂൽ സംഹാരത്തിൽ കൂടെ ഹല്ലേലൂയ തകർത്ത് കളയുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഹല്ലേലൂയ സങ്കീർത്തനം 78-ന്റെ 51-ാം വാക്യം, ഇവയൊക്കെയും വായിക്കുമ്പോൾ ആദ്യ ബലം, ആദ്യ ജാതന്മാർ ഹല്ലേലൂയ, സ്തോത്രം, ശക്തിയെ കാണിക്കുന്നു, പുഷ്ടിയെ കാണിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ മിസ്രയീമിലെ ആദ്യജാതന്മാരെ ഹല്ലേലൂയ തകർത്ത് കളഞ്ഞപ്പോൾ മിസ്രയീമിന്റെ ശക്തിയാണ് ഇല്ലാതാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ചെങ്കടലിലാണ് അവരെ പൂർണ്ണമായി മുക്കിക്കളഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സാത്താന്യ ശക്തികളെ കാൽവറിയിൽ സാത്താന്റെ തലയെ തകർത്തു. ഹല്ലേലൂയ, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കർത്താവെ കൈവശമാക്കി. ഹല്ലേലൂയ,
മരണഭീതിയിൽ കഴിഞ്ഞിരുന്നതായ നമ്മെ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്ത്, അവിടുത്തെ ജീവൻ തന്ന് വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർത്തു. എന്നാൽ തന്നെയും ഇപ്പോഴും സാത്താൻ ഈ ഭൂമിയിൽ കൂടെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ നിത്യനാശം, ഹല്ലേലൂയ, സ്തോത്രം, താമസം വിനാ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സാത്താനെയും അവന്റെ പ്രവർത്തന മണ്ഡലങ്ങളെയും കള്ളപ്രവാചകനെയും എതിർക്രിസ്തുവിനെയും, ഹല്ലേലൂയ, സ്തോത്രം, അഗാധകൂപത്തിൽ തള്ളിയിട്ട് കള്ളപ്രവാചകനെയും എതിർക്രിസ്തുവിനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു വലിയ രക്ഷ ലഭിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ നേടിത്തന്നതായ ആ വലിയ രക്ഷയെ, ഹല്ലേലൂയ, സ്തോത്രം, നാം പ്രാർത്ഥനയിൽ കൂടെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ദൈവപ്രവൃത്തിയിൽ കൂടെ, ഹല്ലേലൂയ, സാത്താന്റെ മേൽ കർത്തൃത്വം നടത്തി, അത് രോഗങ്ങളാണെങ്കിലും എന്തു തന്നെയായാലും അതിന്മേൽ ജയം നേടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇടയാക്കുമാറാകട്ടെ. മീഖായാവ് എന്ന പേരിന്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. യഹോവേ, നിനക്ക് തുല്യനാർ. ഇപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ മീഖ എന്ന പേരിടുന്നതിന്റെ കാരണം ഈ പേരിന്റെ പുരാതനത്വവും ഈ പേരിന്റെ അർത്ഥവ്യാപ്തിയുമാണ്. വാസ്തവത്തിൽ മീഖ എന്ന പേര്, ഹല്ലേലൂയ, സ്തോത്രം, ആരംഭിച്ചത് ഈ അർത്ഥത്തിൽ കൂടെയാണ്. യഹോവേ, നിനക്ക് തുല്യനാര്. ഹല്ലേലൂയ, സ്തോത്രം. യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവർ ആദ്യം ഇത് കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകത്തിൽ പല സന്ദർഭങ്ങളിൽ യഹോവേ, നിനക്ക് തുല്യനാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പ്രധാനമായിട്ട്, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യൻ ആർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് യഹോവേ, നിനക്ക് തുല്യനാരെന്ന് 2 പ്രാവശ്യം ഈ 11-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1, ദേവന്മാരിൽ നിനക്ക് തുല്യനാരെ, 1 അത് പറയുന്നു. 2, വിശുദ്ധിയിൽ യഹോവേ, നിനക്ക് തുല്യനാരെ. 3, 1000 കോടാനുകോടി ദൂതന്മാരാൽ സ്തുതിക്കപ്പെടുന്ന, ഹല്ലേലൂയ, സർവശക്തിയുള്ള ദൈവമേ, സ്തുതികളിൽ ഭയങ്കരനെ നിനക്ക് തുല്യനാരെ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാരെ എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. യഹോവയുടെ അതുല്യത വ്യക്തമായി, ഹല്ലേലൂയ, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് തോന്നുന്നു അവിടെ തവളയുടേതായിട്ടുള്ള ബാധ വന്നു കഴിഞ്ഞതായ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെ ബാധ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹോവേ, നിനക്ക് തുല്യനാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. നാളെ ഞാനിവിടെ വായിക്കുന്നു, നാളെ എന്ന് അവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിന്റെ വാക്കുപോലെയാകട്ടെ. ഹല്ലേലൂയ. അന്നത്തെ ലോകശക്തിയായ ഫറവോനും യഹോവയ്ക്ക് തുല്യനായി മറ്റാരുമില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം ബാധകൾ അയച്ചത് കാണുവാനായിട്ട് സാധിക്കുന്നു. 9:14 ഇതേ പദപ്രയോഗം, ഹല്ലേലൂയ, സ്തോത്രം, 6ാമത്തെ ബാധയോടുള്ള ബന്ധത്തിൽ കാണുവാൻ സാധിക്കുന്നു. സർവഭൂമിയിലും എന്നെ പോലെ മറ്റാരുമില്ല എന്ന് നീ അറിയേണ്ടതിന് ഈ പ്രാവശ്യം
ഞാൻ എന്റെ ബാധകളൊക്കെയും നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും അയക്കും. അപ്പോൾ ദൈവമേ നിനക്ക് തുല്യനാരെ എന്നുള്ളത് രണ്ടു രീതിയിലാണ് ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ന്യായവിധിയിൽ കൂടെ. രണ്ട്, അവിടുത്തെ മഹാദയയും അവിടുത്തെ വലിയ രക്ഷയും കൂടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്, അവിടുത്തെ മഹാദയയിലും അവിടുത്തെ വലിയ രക്ഷയിലും കൂടെ എന്ന് മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദൈവമല്ലോ അവന് പ്രസാദമുള്ളത്. അപ്പോൾ ദൈവമാരുള്ളൂ. ദൈവത്തിന്റെ ദയയിൽ കൂടെയും അവിടുത്തെ മഹാകരുണയിൽ കൂടെയും അവിടുത്തെ വലിയ രക്ഷയിൽ കൂടെയും ദൈവത്തിനു സമനായ ആരുമില്ല എന്ന് ഹല്ലേലൂയ കാണിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അത് വലിയ രക്ഷയും ദയയും മറ്റും ഉള്ള ബന്ധത്തിലാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചത്, ന്യായവിധിയോടുള്ള ബന്ധത്തിലും ദൈവം ഇത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. യിശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വമേറിയ കാര്യം പറഞ്ഞിട്ട് 18-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് തുല്യനായി ആരുള്ളൂ എന്ന് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവനെ, ഹല്ലേലൂയ, ഭൂമിയിലെ സകല വെള്ളത്തെയും ഉള്ളം കൈയിൽ അളക്കുന്നവനെ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ വിഗ്രഹങ്ങളോട് സമമാക്കാമോ? ഹല്ലേലൂയ, യഹോവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. ഹല്ലേലൂയ, മിസ്രയെ മുഴുവനും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന സന്ദർഭത്തിൽ മോശയ്ക്കും ഇസ്രായേൽ മക്കൾക്കും ഒരു കാര്യം മനസ്സിലായി, മിസ്രയേമിലെ ദേവന്മാരോ മിസ്രയേമിലെ വിഗ്രഹങ്ങൾക്കോ യഹോവയുടെ മുമ്പിൽ ഒരു സ്ഥാനവുമില്ല എന്നും, യഹോവേ നിനക്ക് തുല്യനാര്. വിശുദ്ധിയിൽ ദൈവവചനം പറയുന്നത് സ്വർഗം പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധമല്ല എന്നുള്ളതാണ്. സദാസമയം സ്തുതിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തിന്റെ അത്ഭുതങ്ങളോടുള്ള ബന്ധത്തിൽ നിനക്ക് തുല്യനാര്. ഹല്ലേലൂയ. വേദവിദ്യാർത്ഥികളുടെ അഭിപ്രായം മീഖാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം യഹോവേ നിനക്ക് തുല്യനാര് എന്നുള്ളതായ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ മീഖായാവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് തനിക്ക് ആ പേര് കിട്ടിയെന്നാണ്. യഹോവയുടെ അതുല്യത വെളിപ്പെടുത്തേണ്ടതിനെ ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടുത്തുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ മീഖായാവിനെ ഒരു പ്രത്യേക പേര് നൽകി, മീഖായാവ് എന്ന പേര് നൽകി. ഹല്ലേലൂയ, അവന്റെ പേരിൽ കൂടെ, അവന്റെ ശുശ്രൂഷയിൽ കൂടെ, അവന്റെ ജീവിതത്തിൽ കൂടെ ഒരു കാര്യം വെളിപ്പെട്ടു വരണം, യഹോവേ നിനക്ക് തുല്യനാര്. ഇന്ന് രാത്രിയിൽ നാം ബാക്കിയെല്ലാം മറന്നുപോയാലും ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, കർത്താവേ എന്റെ ജീവിതത്തിൽ കൂടെ, ഹല്ലേലൂയ എന്റെ പ്രാർത്ഥനയിൽ കൂടെ, ഹല്ലേലൂയ കർത്താവേ അവിടുത്തോടെ ചാരി ഇരിക്കുന്നത് കൊണ്ട്, ഹല്ലേലൂയ എന്നിൽ കൂടെ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവേ നിനക്ക് തുല്യനാരേ, ഹല്ലേലൂയ സ്തോത്രം എന്നുള്ളത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ ഹല്ലേലൂയ സ്തോത്രം ഞാനൊന്ന് ഇവിടെ വീണ്ടും വായിക്കട്ടെ. 1:1 യോഥാം, ആഹാസ്, യെഹിസ്കീയാവ്,
എന്നീ യഹൂദ രാജാക്കന്മാരുടെ കാലത്തെ മോരിസ്തനായ മീഖയ്ക്ക് ഉണ്ടായതും അവൻ ശമരിയെയും യെരുശലേമിനെയും കുറിച്ച് ദർശിച്ചതുമായ യഹോവയുടെ അരുളപ്പാട്. മോരിസ്ത്യ എന്ന ദേശക്കാരനായിരുന്നു മീഖായാവ് അഥവാ മീഖ. യഹോവേ നിനക്ക് തുല്യനാരേ എന്ന അർത്ഥം വരുന്ന മീഖ ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മോരിസ്ത്യ എന്ന ദേശം, ഹല്ലേലൂയ സ്തോത്രം, നാം തെക്കേ ദേശത്തേക്ക് യഹൂദയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ 2ാം ഭാഗമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒന്ന്, ഹല്ലേലൂയ ഷാരോൻ, ഹല്ലേലൂയ അതൊരു ഫ്ലാറ്റ് പ്ലേസ് ആണ്. ഹല്ലേലൂയ ഫലഭൂയിഷ്ടമായ ഷാരോനിലെ പനിനീർ പുഷ്പം എന്നൊക്കെ നാം കേട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നാം തെക്കോട്ട് പോകുമ്പോൾ 2ാമത്തെ പ്ലേസ് ഷഫല. ഷഫല എന്ന് പറയുന്നത് കുന്നുകൾ കൊണ്ട് നിറഞ്ഞതാണ്. മോരിസ്ത്യ എന്ന ദേശം ഈ ഷഫലയിലാണ്. ഷഫലയിലുള്ള ആൾക്കാർ, ഹല്ലേലൂയ സ്തോത്രം, അവർ പാവങ്ങളാണ്. അവരുടെ പ്രധാന ജോലി കൃഷിയാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ മീഖായാവ് തന്റെ 7 അധ്യായങ്ങളിലുള്ളതായ പ്രവചന സൂക്തങ്ങളിൽ സാധുക്കളെ പിന്താങ്ങിയും ഹല്ലേലൂയ സ്തോത്രം അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളെ വെളിപ്പെടുത്തിയും ഒക്കെയും പ്രവചിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3ാമത്തേതാണ് യെരുശലേം. യെരുശലേം പർവ്വതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുവല്ലോ. 4ാമത്തേതാണ് ജുഡിയൻ ഡിസേർട്ട്. ജുഡിയൻ ഡിസേർട്ട് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം യഹൂദ മരുഭൂമി. ഈ യഹൂദ മരുഭൂമിയിലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 40 ദിവസത്തേക്ക് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോയത്. ഹല്ലേലൂയ സ്തോത്രം. ജുഡിയൻ ഡിസേർട്ട്, ഹല്ലേലൂയ, അത് യെരുശലേം കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോയിട്ട് ആ ഡെസേർട്ട് തുടങ്ങി അത് അവസാനിക്കുന്നത് ചാവുകടലിലാണ്. ഹല്ലേലൂയ. അതിങ്ങനെ നീണ്ട ഒരു മരുഭൂമിയായി കിടക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ 4 ഘടകങ്ങളാണ് ഹല്ലേലൂയ സ്തോത്രം വടക്കേ രാജ്യത്തിന് ഉള്ളത് എന്ന് നമുക്ക് തെക്കേ രാജ്യത്തിനുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് 2ാമത്തെ കൃഷിയിടങ്ങളിലുള്ള ഷഫല എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ഒരു സ്ഥലമാണ് മോരിസ്ത്യ ദേശം. അവിടെ നിന്നാണ് പ്രവാചകനെ യഹോവയായ ദൈവം പ്രത്യേക ശുശ്രൂഷയ്ക്ക് ആമോസിനെ പോലെ വിളിച്ചത് എന്ന് നമുക്ക് ഈ പുസ്തകം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഹല്ലേലൂയ യഹോവയായ ദൈവം ഈ മോരിസ്ത്യ ദേശത്ത് നിന്ന് വിളിച്ചു. മോരിസ്ത്യ എന്ന ദേശത്തിന്റെ മറുപേരാണ് മാരേസ്. മാരേസിനെ പറ്റി ഹല്ലേലൂയ 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാരേസ് അഥവാ മോരിസ്ത്യ എന്ന പേരിന്റെ അർത്ഥം അവകാശം, ഇൻഹെറിറ്റൻസ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അവകാശം, ഇൻഹെറിറ്റൻസ് എന്നൊക്കെ ഉള്ളതാണ്. ഇവിടെ വലിയൊരു ദൂതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. 10-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ വായിക്കുന്നതായ സന്ദർഭത്തിൽ 1-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 11 രാജ്യങ്ങളെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേര് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവയൊക്കെയും എടുത്തു പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രാവചനിക ദൂതുകൾ എന്താണെന്ന് പറയുവാൻ ഇന്ന് എന്റെ മുമ്പിൽ സമയമില്ല. എന്നാൽ ഇതിൽ നിന്ന് 1-2 ആത്മീക കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു.
ആയതിലേക്ക് 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. ലാക്കീസ് ത്വരിത നഗരനിവാസികളെ തുരകങ്ങളുടെ രഥത്തിന് കെട്ടുവീൻ. ഹല്ലേലൂയ, സ്തോത്രം. അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായിരിക്കുന്നു. തുരകങ്ങൾ എന്ന് പറയുന്നത് കുതിര എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അവർ സിയോൻ പുത്രിക്ക് പാപകാരണമായിരിക്കുന്നു. ഹല്ലേലൂയ. സിയോനെ വയൽ പോലെ ഉഴുതുമെന്നാണ് 3-ാം അധ്യായത്തിൽ നിന്നും നാം വായിച്ചത്. ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനത്തിൽ ഹല്ലേലൂയ മീഖായാവിന്റെ ദൂതിൽ നിന്നും അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ സിയോനെ വയൽ പോലെ ഉഴുതുവാനുള്ള കാരണം അതിന്റെ ചുറ്റുപാടി പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദേശങ്ങളാണ്. 1-ാം അധ്യായത്തിൽ മോരിസ്യ എന്ന് പറയുന്ന ആ ദേശത്തിന്റെ അർത്ഥം അവകാശം എന്നാണ്. യഹോവയുടെ അവകാശം അത് നഷ്ടമാക്കി കളയുന്ന ചുറ്റുമുള്ള ദേശങ്ങളുടെ 11 പേരുകളാണ് 10-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രവാചകന്റെ സ്വന്തം ദേശമായ മോരിസ്യ അഥവാ അവകാശം, ഇൻഹെറിറ്റൻസ്, അത് നശിപ്പിക്കുന്ന ചുറ്റുമുള്ള ദേശങ്ങളെയാണ് പ്രവാചകൻ ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. എന്താണ് ഇതിന്റെ ആത്മീക അർത്ഥം? നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ അവകാശത്തെ ഇല്ലാതാക്കുവാൻ നാം സമ്മതിക്കരുതേ. അതുകൊണ്ടാണ് ഹല്ലേലൂയ, സ്തോത്രം, 8-ാം വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ വിലപിച്ച് മുറയിടും, ഞാൻ ചെരുപ്പില്ലാത്തവനും നഗ്നനുമായി നടക്കും, ഞാൻ കുറുനരികളെ പോലെ വിലപിച്ച് ഒട്ടകപ്പക്ഷികളെ പോലെ കരയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിലാപമാണ്, ഉറക്കെ കരയുന്നതാണ്. ഒട്ടകപ്പക്ഷിയെ പോലെ ഹൃദയത്തിൽ മാത്രമല്ല അലറിക്കരയുന്ന ഒരു പ്രവാചകനെയാണ് ഈ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ സന്തോഷവും പ്രവാചകന്റെ സമാധാനവും പ്രവാചകന്റെ ജീവിതത്തിലെ സുഖവും എല്ലാം മാറിപ്പോയി. പ്രവാചകൻ ഇപ്പോൾ ചുറ്റുപാടുകളെ മറന്ന് ദൈവസന്നിധിയിൽ അലറിക്കരയുകയാണ്. എന്താണ് കാരണം? അത് തന്റെ മോരിസ്യ അഥവാ അവകാശത്തെ നഷ്ടമാക്കുന്ന ചുറ്റുപാട്. ഹല്ലേലൂയ. ദൈവം വലിയൊരു ദൂതാണ് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ നൽകുന്നത്. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ അവകാശങ്ങളെ, ഹല്ലേലൂയ, അത് നാമായാലും നമ്മുടെ തലമുറയായാലും നമ്മുടെ ആത്മീക ജീവിതമായാലും നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് ലഭ്യമാകേണ്ട അവകാശത്തെ, ഞാൻ ഭൗമികമായ അവകാശങ്ങളെയോ മറ്റേ ഈ ലോകത്തിന്റെ പ്രതാപങ്ങളെ പറ്റിയോ അല്ല പറയുന്നത്. നമ്മുടെ ആത്മീകമായ അവകാശങ്ങൾ, നമ്മുടെ ആത്മീകമായ സന്തോഷം, നമ്മുടെ ആത്മീകമായ അനുഗ്രഹങ്ങൾ, നമ്മുടെ തലമുറകളുടെ മേൽ പകരപ്പെടേണ്ട പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ ഇല്ലാതാക്കി കളയുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. ഇത് നാം ഗ്രഹിക്കുന്നില്ല എങ്കിൽ നാം വാസ്തവത്തിൽ അന്ധരായിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഈ ചുറ്റുപാടുകളിൽ ഹല്ലേലൂയ നാം നോക്കിക്കൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ആത്മീക ജീവിതം, നമ്മുടെ അവകാശങ്ങൾ പ്രാപിപ്പാൻ കഴിയാതെ വണ്ണം നാം തകർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? പ്രവാചകനെ പോലെ കരയുവാൻ തക്കവണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. നാം ദൈവസന്നിധിയിൽ കരയണം. കർത്താവെ രക്ഷിക്കണമേ, കർത്താവെ സഹായിക്കണമേ, കർത്താവെ വിടുവിക്കണമേ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തിരുവചനത്തിൽ കാണുന്നത് പോലെ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരികയും
അവിടുത്തെ തൃക്കരം നീട്ടി അവിടുത്തെ മുറിയപ്പെട്ട കരങ്ങളാൽ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്കും നമ്മുടെ തലമുറകൾക്കും ചുറ്റുപാടുകൾക്കും ഒരു വിടുതല് ലഭ്യമാകും. കർത്താവേ, ഒരു മാനസാന്തരത്തിലേക്ക് ദേശത്തെ നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഇടിവിൽ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം കരയുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യഹോവയായ ദൈവം നമ്മെ ഈ ദേശത്താക്കിയിരിക്കുന്നത് ചുറ്റുപാടുകളിൽ നടക്കുന്നതായ അന്യായങ്ങൾ, രാജ്യങ്ങളിൽ നടക്കുന്ന അന്യായങ്ങൾ, ഇവയുടെ മുമ്പിൽ ഹൃദയം പൊട്ടിക്കീറി ഹല്ലേലൂയ പ്രവാചകനെ പോലെ വാവിട്ട് കരയുകയാണ് എങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേലും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മേലും വെളിപ്പെട്ടു വരും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇതിന്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞുള്ളൂ. ഇനിയും അനേക കാര്യങ്ങൾ മീഖാ പ്രവചനത്തിൽ കൂടെ നമുക്ക് വായിച്ച വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചിന്തിക്കുക. അതൊരു വേറൊരു സന്ദർഭത്തിലാകട്ടെ. ഇന്ന് രാത്രിയിൽ വചനം കേട്ട ഏവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഒരു പ്രാർത്ഥനയ്ക്കായി നമ്മുടെ അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജയോത്സവമായ ഒരു ജീവിതം കഴിപ്പാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും അനുഗ്രഹത്തോടും വചന ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇന്ന് രാത്രികാല ഐശ്വര്യമായ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചല്ലോ. ദൈവശബ്ദമാണല്ലോ നാം കേട്ടത്. ഹല്ലേലൂയ. വചനത്തിന്റെ വാതിൽ ദൈവഭക്തിന് ദൈവം തുറന്നു കൊടുത്തുപോലെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അനേക വിഷയങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗത്താൽ 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിന്ന് ശുശ്രൂഷിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളായി നയിച്ചത്. എന്നാലും രാത്രികാലം ദൈവശബ്ദം രത്നച്ചുരുക്കമായിട്ടുള്ള വിഷയങ്ങൾ, കാതിലായിരിക്കുന്ന വിഷയങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അഴിമതി നിറഞ്ഞതായിട്ടുള്ള നേതാക്കളെ ശാസിക്കപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. രാജ്യത്തിലെ ഭരണാധികാരികളും കള്ളപ്രവാചകന്മാരും പുരോഹിതന്മാരും അത്യാഗ്രഹികളുമായി തീർന്ന് കൈക്കൂലി വാങ്ങി ജനത്തെ ചൂഷണം ചെയ്യുന്നതിൽ ഹല്ലേലൂയ മനംനൊന്ത് പ്രവാചകൻ ഹല്ലേലൂയ, സ്തോത്രം അവരോട് ഹല്ലേലൂയ, സ്തോത്രം ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് പ്രസ്താവിക്കാവുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ന്യായം വെറുക്കുകയും ചൊവ്വുള്ളതൊക്കെയും ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ജനത്തെ ഹല്ലേലൂയ നേർവഴി നടത്തേണ്ടവര് ഹല്ലേലൂയ നേർവഴി മറിച്ചു കളയുന്നവര് ന്യായം അറിയുന്നത് നിങ്ങൾക്ക് വിഹിതമല്ലയോ എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിൽ അവർ സംരക്ഷിക്കേണ്ട സാധു ജനത്തെ അവർ തന്നെ കൊള്ളയടിക്കുകയാവുന്നു. ഹല്ലേലൂയ. നേതാക്കന്മാർ ഹല്ലേലൂയ മൃഷ്കഭോജനം കഴിച്ച് ഹല്ലേലൂയ തടിച്ചു കൊടുക്കുമ്പോൾ സാമാന്യ ജനം പട്ടിണി കിടക്കുന്നു എന്നാണ് 3-ാം വാക്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ ജനത്തിന്റെ മാംസം തിന്ന് അവരുടെ ത്വക്ക് അവരുടെ മേൽ നിന്ന് ഹല്ലേലൂയ ഉരിച്ചു കളയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അഴിമതി ഹല്ലേലൂയ വീരന്മാരായ നേതാക്കൾ ശിക്ഷിക്കപ്പെടാതെ പോകയില്ല എന്ന് പ്രവാചകൻ അവരെ ഓർമ്മിപ്പിക്കുക. ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധി ഹല്ലേലൂയ ജനത്തെ വഴിതെറ്റിക്കുന്നതായിട്ടുള്ള പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ ഹല്ലേലൂയ, സ്തോത്രം. 1 പുരോഹിതന്മാർ പണം വാങ്ങി ഉപദേശിക്കുന്നു. 2 കള്ളപ്രവാചകർ സമ്മാനം നോക്കി പ്രവചിക്കുന്നു. 3 ഭരണാധിപന്മാർ കൈക്കൂലി വാങ്ങി ന്യായം വിധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെയാകുന്നു നടക്കുന്നത്. ഹല്ലേലൂയ. പ്രവാചകന്മാർക്ക് ഹല്ലേലൂയ, സ്തോത്രം പകൽ ഇരുണ്ടു പോകും എന്ന് പകലിന്റെ സാരം കാലങ്ങളെ ഹല്ലേലൂയ മനസ്സിലാക്കാനുള്ള അവരുടെ ജ്ഞാനം ഇല്ലാതാകുമെന്നാകുന്നു. സ്തോത്രം. കള്ളപ്രവാചകന്മാരുടെ പരിതാപകരമായ അവസ്ഥ കണ്ടറിഞ്ഞ മീഖാ പ്രവാചകൻ ഹല്ലേലൂയ, സ്തോത്രം വർദ്ധിത വീര്യത്തോട് ഇസ്രായേലിന്റെ പാപം അവരെ ഓർമ്മപ്പെടുത്തും. ദൈവമക്കളെ, പാപമാകുന്നുവെന്ന് ഹല്ലേലൂയ ദൈവം മുമ്പാകെ സത്യം വിളിച്ചു പറയണം. ഹല്ലേലൂയ.
അവിടെ മറഞ്ഞു നിൽക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പാപം ചെയ്യുന്നവൻ പാപം ചെയ്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. തെറ്റ് ചെയ്തവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി കാലത്തെ വചന കേൾവി എത്ര ശ്രേഷ്ഠമേറിയ നിലയിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മ നിയോഗത്താൽ നമ്മെ ഓർമ്മിപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. മഹാദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ വചനത്തിന്റെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ ദൈവം ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് തുല്യൻ ഈ ലോകത്തിൽ ആരുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഭയങ്കരമായ ന്യായവിധിയിലും ഹല്ലേലൂയ ദൈവത്തിന്റെ മഹാദയയിലും ദൈവത്തിന്റെ വലിയ രക്ഷ, സാധാരണ രക്ഷയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് വലിയ രക്ഷ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ദൈവത്തിന് സമമായി ആരുമില്ല, നമ്മുടെ ദൈവത്തിന് തുല്യൻ ആരുമില്ല. ദൈവം പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം പറയുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്ക. എത്ര പ്രാവശ്യമാണ് മഹാദൈവം പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് അരുളിച്ചത് മഹാദൈവം. ഹല്ലേലൂയ. ഞാൻ യഹോവയാകുന്നു, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവമാകുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ ബേതേലിന്റെ ദൈവമാകുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. യഹോവയായി ഞാൻ വിശുദ്ധനാകുന്നു, ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. യഹോവയായി ഞാൻ അനന്യനാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ ഇസ്രായേലിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ രക്ഷിതാവാകുന്നു, ഞാൻ സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ സാക്ഷിയാകുന്നു, ഞാൻ ഇസ്രായേൽ പിതാവാകുന്നു, ഞാൻ യഹോവയായ കർത്താവാകുന്നു, ഞാൻ മഹാരാജാവാകുന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകും. നമ്മുടെ ദൈവം ആരാകും? ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം പൂർണ്ണമായി അറിഞ്ഞു വേണം ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മുടെ ദൈവം ആരാകും? നമ്മുടെ ദൈവം വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വരുന്നു. ഹല്ലേലൂയ. പക്കൽ കൂലിയുണ്ട്, കയ്യിൽ പ്രതിഫലമുണ്ട്, ഭൂമി ന്യായം വിധിക്കുന്ന ദൈവം വരുന്നു. ഹല്ലേലൂയ. നീതിയോടെ ന്യായം വിധിപ്പാൻ ദൈവം വരുന്നു. ഹല്ലേലൂയ. രാത്രികാലത്തെ വചന കേൾവിയില് ഹല്ലേലൂയ ലീഡ് ചെയ്യുന്ന എനിക്ക് മാനസാന്തരം, വചനം കേട്ട എല്ലാവർക്കും മാനസാന്തരം, ഭയഭക്തി വിറയല് വചനത്തിങ്കൽ വിറയ്ക്കുന്നവരായി ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോടെ കഴിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്ര. ന്യായം വിധിക്കുമ്പോൾ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ധൈര്യത്തോടെ ദൈവത്തിന്റെ സ്ഥലം നിൽക്കുന്നവരാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അതിവിശുദ്ധനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ന്യായവിധിയുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. നാം കേൾപ്പാൻ പോകുന്ന ശബ്ദം, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ഹല്ലേലൂയ. അത് മാത്രം കേൾക്കണം. ഹല്ലേലൂയ. എന്നാൽ ദൈവഹരിയിൽ നടക്കാതെ, ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ഭയപ്പെടാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നവർക്കൊക്കെ ന്യായവിധി ഉണ്ടാകും. അവരോട് ഹല്ലേലൂയ പിതാവിനെ ശപിക്കപ്പെട്ടവരെ. ഹല്ലേലൂയ. സ്തോത്രം. പിശാചി അവൻ ദൂതന്മാർക്ക് ഒരുങ്ങിയിരിക്കുന്ന നിത്യാഗ്നി ആകുന്നുവോ, അതോ എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് ഉടജാലക ശബ്ദരാജല. സ്തോത്രം. 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 രാത്രികാലം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. കേൾപ്പിച്ച് ആലോചനയുടെ മുമ്പിൽ ഹല്ലേലൂയ പ്രവാചകന്മാർ ഹല്ലേലൂയ ശക്തമായ ന്യായവിധി ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിക്കുമ്പോഴും അത് കേട്ടിട്ട് ഒരു കൂശലുമില്ലാതെ നടക്കുന്ന ജീവിതങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. 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 ഹല്ലേലൂയ. വചനത്തിന്റെ വാതില് ദൈവഭക്തിന്റെ ദൈവം തുറന്നു കൊടുത്തുവല്ലോ, അവിടുത്തെ ശബ്ദമായി രാത്രികാലം നാം കേട്ടത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക്, വിശ്വാസത്തിലേക്ക് രാത്രികാലം നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. 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 ദൈവം സംസാരിച്ച ദൈവഭക്തനെ നമുക്ക് ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മകളെ കുടുംബമായി ബോധിയെ ഹല്ലേലൂയ. സ്തോത്രം. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെയും വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം.
ഒക്കലമ്മ പ്രേയറിലൊക്കെ അനുഗ്രഹമാക്കി ദൈവം നിർത്തിയിരിക്കുന്നു. ഹാലേലിയ സ്തോത്രം, ഹാലേലിയ സ്തോത്രം. രാത്രികാലം ഹാലേലിയ സംബന്ധിച്ച് എല്ലാവരെയും നിരന്തരം ഓർത്ത് പ്രാർത്ഥിക്കണം. പ്രേയർ ലൈൻ നടത്തുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹാലേലിയ ഓരോ സെക്ഷനിലും കടന്നു വരുന്ന പ്രഭാസന്മാരെ ഹാലേലിയ ഓർത്ത് പ്രാർത്ഥിക്കണം. ഹാലേലിയ സ്തോത്രം, സ്തോത്ര അനുഗ്രഹങ്ങളാണ് ദൈവം ഈ പ്രേയർ ലൈനിൽ കൂടെ പകരുന്നത്. രോഗസൗഖ്യം, സമൃദ്ധിയുടെ ജീവൻ, അല്ലെങ്കിൽ അഭിഷേകം, ദൈവകൃപ, വെളിപ്പാട്, ദർശന കൃപകൾ, കൃപാവരങ്ങൾ, ഇതെല്ലാം ഈ പ്രേയർ ലൈനിൽ കൂടെ ദൈവം നമ്മുടെ മേലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലും പകരുകയാവുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാൻ ഞാൻ വീണ്ടും ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കും. പിതാവാം ദൈവമേ, പുത്രനാം ദൈവമേ, പരിശുദ്ധാത്മാവാം ദൈവമേ, ക്രിയേക ദൈവത്തിന്റെ വിലപ്പെട്ട സാന്നിധ്യം വിട്ടുന്ന രാത്രികാലം അടുകളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചതിനായി നന്ദി കരയറ്റുന്നു. സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ എല്ലാം ഈ രാത്രികാലം സൗഖ്യമാക്കി മഹത്വം എടുക്കണമേ. വിശ്വസിച്ചാൽ അവിടുത്തെ മഹത്വം കാണും. ഹാലേലൂയ. തിരുമേനി ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസം പിന്നെ ഈ രാത്രിയിൽ അടുകൾ പകരുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തിരുമേനി ആഗ്രഹിക്കുന്ന ഒരു താഴ്മ അടുകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. സ്തോത്രം. വചനം സംസാരിച്ച ദൈവഭക്തലേഖനങ്ങളിൽ ഏൽപ്പിക്കുന്നു. തുടർമാന ദിനങ്ങളിലൊക്കെയും മാറ്റമില്ലാത്ത സത്യസുവിശേഷം, വചനത്തിന്റെ രത്നച്ചുരുക്കങ്ങൾ, മർമ്മങ്ങൾ, പൊരുളുകൾ